മുളകുന്നത്താവ് മെഡിക്കൽ കോളേജിന് ഡെന്റൽ കോളേജ് ആരംഭിക്കുന്നതിന് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അയോഗ്യത. ഡെന്റൽ കൗൺസിലിന്റെ ഉത്തരവിന്റെ പകർപ്പ് TCBക്ക് ലഭിച്ചു. ചരക്ക് സേവന നികുതി നിയമത്തെ മാതൃകാ നിയമമാക്കി മാറ്റുമെന്ന് ധനകാര്യമന്ത്രി KM മാണി. നികുതി വെട്ടിപ്പ് തടയാൻ പുതിയ ചരക്ക് സേവന നികുതി നിയമം സഹായകരമാകുമെന്നും മന്ത്രി. ഏനമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ 2 അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. അറവുശാലകളിലെ മാംസാവശിഷ്ടങ്ങൾ വിളക്കെണ്ണയായും സോപ്പായും മാറ്റുന്ന സംഘം ജില്ലയിൽ സജീവം. ബേക്കറി പലഹാരങ്ങൾക്കും മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. കോന്നി പെൺകുട്ടികളുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമായതെന്ന റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറാൻ വൈകിയത് വിവാദമായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്ന് മാസപ്പിറവി കാണാത്തതിനാൽ കേരളത്തിൽ ചെറിയ പെരുന്നാൾ ശനിയാഴ്ചയായിരിക്കുമെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ എന്നിവരും പെരുന്നാൾ ശനിയാഴ്ചയാണെന്ന് അറിയിച്ചു. മുളകുന്നത്താവ് മെഡിക്കൽ കോളേജിന് ഡെന്റൽ കോളേജ് ആരംഭിക്കുന്നതിന് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അയോഗ്യത. മെഡിക്കൽ കോളേജിന് അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഉത്തരവിന്റെ പകർപ്പ് TCBക്ക് ലഭിച്ചു. മെഡിക്കൽ കോളേജിൽ ഈ അധ്യയന വർഷം ഡെന്റൽ കോളേജ് അനുവദിക്കുന്നതിന്റെ ഭാഗമായി മെയ് 26, 27 തീയതികളിൽ പരിശോധന നടത്തിയിരുന്നു. ഡെന്റൽ കോളേജിനുള്ള സ്റ്റാഫിന്റെ അപര്യാപ്തതയുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡെന്റൽ കോളേജ് ആരംഭിക്കുന്നതിന് കൗൺസിൽ അയോഗ്യത കൽപ്പിച്ചത്. ഡെന്റൽ കോളേജിൽ 50 സീറ്റുകളുള്ള സൗകര്യമാണ് മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. നിലവിലുള്ള നെഞ്ചുരോഗ ആശുപത്രി കെട്ടിടമാണ് ഡെന്റൽ കോളേജിനായി മെഡിക്കൽ കോളേജ് അധികൃതർ ഒരുക്കിയിരുന്നത്. ഡെന്റൽ കൗൺസിലിന്റെ നീക്കത്തിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണിപ്പോൾ. ഈ വിഷയം നാളെ തൃശൂരിലെത്തുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മെഡിക്കൽ കോളേജ് അധികൃതർ നീക്കം നടത്തുന്നുണ്ട്. ജനപ്രതിനിധികളുടെ കൂട്ടായ ശ്രമം ഉണ്ടായാൽ മാത്രമാണ് പ്രശ്നപരിഹാരത്തിന് സാധ്യത തെളിയുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. കേന്ദ്ര കേരള സർക്കാരുകളുടെയും കേരളത്തിലെ വ്യാപാരികളുടെയും അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് ചരക്ക് സേവന നികുതി നിയമത്തെ മാതൃകാ നിയമമാക്കി മാറ്റുമെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി KM മാണി പറഞ്ഞു. ചരക്ക് സേവന നികുതിയെ സംബന്ധിച്ച് തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ഫോറം ഫോർ റീഫോംസ് ഇൻ കോർപ്പറേറ്റ് ലോസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാ നിയമം വരുന്നതോടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊട്ടാകെ ഒരു ഏകീകൃത സ്വഭാവം വരികയാണ്. നികുതി വെട്ടിപ്പ് തടയാൻ പുതിയ ചരക്ക് സേവന നികുതി നിയമം സഹായകരമാകും. ഈ നിയമപ്രകാരം അന്തർ സംസ്ഥാന നികുതി ചുമത്തുന്നതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2 വർഷത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചു. ഈ നിയമത്തിലൂടെ ലോട്ടറി ചൂതാട്ടം പാടില്ല എന്നതാണ് കേരളത്തിന്റെ തീരുമാനമെന്നും KM മാണി വ്യക്തമാക്കി. വ്യാപാരികളോട് സൗഹൃദ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വ്യാപാരികളുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മാണി അഭിപ്രായപ്പെട്ടു. ചരക്ക് സേവന നികുതി നിയമത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിന് വ്യാപാരികളുമായി ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് 1 മണിക്കൂർ സമയം നൽകുമെന്നും കേരളത്തിലെ ഏറ്റവും മികച്ച ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് തൃശൂരിലേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും കല്യാൺ സിൽക്സ് ഉടമയുമായ TS പട്ടാഭിരാമൻ അധ്യക്ഷനായിരുന്നു. മന്ത്രിയെ ഉപഹാരം നൽകി TS പട്ടാഭിരാമൻ ആദരിച്ചു. കല്യാൺ ജ്വല്ലറി ഉടമയായ TS കല്യാണരാമൻ മന്ത്രിയെ പൊന്നാട അണിയിച്ചു. ഫോറം ഫോർ റീഫോംസ് ഇൻ കോർപ്പറേറ്റ് ലോസിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി TR വിജയകുമാർ, ട്രഷറർ സോളി തോമസ്, ബോബൻ കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. MB ടോണി, CL ജോണി എന്നിവർ ക്ലാസുകളെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിലെത്തിയ ധനമന്ത്രി KM മാണിക്കെതിരെ DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ബാർക്കോഴ കേസിൽ KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് DYFI പ്രവർത്തകർ തൃശൂർ ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ കരിങ്കൊടി കാണിച്ചത്. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലെ സെമിനാർ വേദിയിലേക്ക് വരുന്നതിനിടെ ചെമ്പക്കാവ് മ്യൂസിയം റോഡിലെ സർക്കിളിൽ വെച്ച് DYFI പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ ബലപ്രയോഗത്തിനിടയാക്കി. രാമനിലയത്തിലേക്ക് പോകുന്നതിനിടെ രാമനിലയം പരിസരത്ത് വെച്ച് DYFI ജില്ലാ പ്രസിഡന്റ് KV സജു, ES അനിൽകുമാർ, CM ബബീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയത്. ഏനമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ 2 അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം വെറ്റിലത്താഴം സ്വദേശികളായ സജി ഇഗ്നേഷ്യസ്, പഴനിയിൽ വീട്ടിൽ കൊച്ചാശാൻ എന്ന അനിൽകുമാർ എന്നിവരെയാണ് ഗുരുവായൂർ CI K സുദർശനൻ, പാവർട്ടി ജൂനിയർ SI UP വിപിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
കഴിഞ്ഞ മെയ് 9-നാണ് ഏനാമാവ് കൊട്ടുങ്ങൽ മുസ്ലിം പള്ളിക്ക് സമീപം പണിക്ക വീട്ടിൽ സത്താറിന്റെ വീട്ടിൽ നിന്നും 40 പവൻ സ്വർണ്ണാഭരണങ്ങളും 2 ലക്ഷം രൂപയും 15 മൊബൈൽ ഫോൺ, 7 ടാബ്ലറ്റ്, 4 വീഡിയോ ക്യാമറകൾ, റോളക്സ് വാച്ച്, ഐപാഡ് തുടങ്ങിയവ മോഷണം പോയത്. അവധിക്ക് ഗൾഫിൽ പോയിരുന്ന സത്താറിന്റെ ഭാര്യയും മക്കളും മെയ് 30-ന് വീട്ടിൽ വരാനിരിക്കെ തലേ ദിവസം വീട് വൃത്തിയാക്കാനായി എത്തിയ വേലക്കാരിയും ഡ്രൈവറുമാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് അസിസ്റ്റന്റും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവൊന്നും ലഭിച്ചിരുന്നില്ല. മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട വെങ്കിടങ്ങ് പാടൂർ സ്വദേശി കരിപ്പായിൽ നൌഷാദ്, ഏനാമാക്കൽ കൊട്ടുങ്ങൽ സ്വദേശി വലിയകത്ത് യൂസഫ്, ചാവക്കാട് സ്വദേശി കാലിടകായിൽ ഷാജി, പൊന്നാനി സ്വദേശിയായ യുവാവ് എന്നിവരെ പിടികൂടാനുണ്ട്. പ്രതികളിൽ അനിൽകുമാർ മറ്റുള്ളവർ കാണാതെ ഒരു മൊബൈൽ കൈക്കലാക്കിയിരുന്നു. ഫോൺ പിന്നീട് കൊല്ലത്ത് 1000 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. ഈ ഫോൺ സിം ഇട്ട് ഓൺ ആക്കിയതോടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ സ്ഥലം മനസ്സിലാക്കി അന്വേഷണം കൊല്ലത്തേക്ക് പോലീസ് വ്യാപിപ്പിച്ചു. മൊബൈൽ കണ്ടെടുത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സജി ഇഗ്നേഷ്യസും അനിൽകുമാറും അറസ്റ്റിലായത്. പ്രതികളെ ഏനാമാവ് കൊട്ടുങ്ങലിലെ മോഷണം നടന്ന വീട്ടിലും നേരത്തെ മോഷണ ശ്രമം നടത്തിയ വീട്ടിലും തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നു. മോഷണത്തിനായി ഉപയോഗിച്ച നാനോ കാർ ഷാജിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. CPOമാരായ KN സുകുമാരൻ, PS അനിൽകുമാർ, C ശ്രീകുമാർ, P വസന്ത്, KH അബു താഹിർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഗുരുവായൂർ CI K സുദർശനൻ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി. പാവറട്ടിയിൽ പോലീസ് പിടികൂടിയ മോഷ്ടാക്കളായ സജി ഇഗ്നേഷ്യസും അനിൽകുമാറും പൂട്ടുകൾ തകർക്കുന്നതിൽ വിദഗ്ധർ. മോഷ്ടിച്ച മൊബൈൽ വിറ്റത് പ്രതികളെ കുടുക്കാൻ പോലീസിന് തുണയായി. അറസ്റ്റിലായ സജി ഇഗ്നേഷ്യസും അനിൽകുമാറും കോയമ്പത്തൂർ, മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും നിരവധി കേസുകളിൽ പ്രതികളാണ്. പിടിയിലാകാനുള്ള പ്രതികളിൽ പാടൂർ സ്വദേശി നൌഷാദ് വെങ്കിടങ്ങ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ പാടൂർ ശാഖയിൽ മോഷണം നടത്തിയ കേസിലെ 1-ാം പ്രതിയായി ശിക്ഷ ലഭിച്ച ഇപ്പോൾ അപ്പീൽ ജാമ്യത്തിലാണ്. നൌഷാദും ഏനാമാവ് സ്വദേശിയായ യൂസഫും ചേർന്നാണ് മോഷണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. പൂട്ടുകൾ തകർക്കുന്നതിൽ വിദഗ്ധരായ സജി ഇഗ്നേഷ്യസും അനിൽകുമാറുമായി യൂസഫിന് മുംബൈയിൽ വെച്ച് നേരത്തെ പരിചയമുണ്ട്. ഇവരെ മോഷണത്തിനായി ഏനാമാവിൽ എത്തിക്കുകയായിരുന്നു. പങ്കാളികളായി ചാവക്കാട് സ്വദേശി ഷാജിയെയും പൊന്നാനി സ്വദേശിയായ യുവാവിനെയും ഒപ്പം കൂട്ടി. പ്രതികൾ യഥാർത്ഥത്തിൽ മോഷണം നടത്തുന്നതിന് തിരഞ്ഞെടുത്തിരുന്നത് ഏനാമാവ് വളവ് സ്റ്റോപ്പിന് സമീപത്തുള്ള പണിക്കവീട്ടിൽ മൊയ്തീന്റെ ആൾതാമസമില്ലാത്ത വീടായിരുന്നു. മോഷണത്തിനായി പ്രതികൾ എല്ലാവരും നൌഷാദിന്റെ നാനോ കാറിൽ ഏനാമാവ് കടവിലെത്തുകയും കാറ് സമീപത്തെ തെങ്ങിൻതോപ്പിലേക്ക് മാറ്റിയിട്ട് പുഴയോട് ചേർന്ന് കെട്ടിയിരുന്ന വഞ്ചിയിൽ മൊയ്തീന്റെ വീടിന്റെ പുറകിലെത്തുകയും ചെയ്തു. തുടർന്ന് 6-അംഗ സംഘം വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറിയെങ്കിലും വീടിനകത്ത് പ്രത്യേകം നിർമ്മിച്ചിരുന്ന ലോക്കറിന്റെ പൂട്ട് തുറക്കാൻ കഴിയാതായതോടെ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് വഞ്ചിയിൽ തന്നെ പണിക്കവീട്ടിൽ സത്താറിന്റെ വീടിന്റെ പുറകുവശത്തെത്തി. മതിലിലൂടെ വീടിന്റെ പുറകുവശത്തെ ബാൽക്കണിയിലെത്തി വാതിലുകളുടെ പൂട്ട് തകർത്ത് അകത്ത് കടന്നു. 3 മുറികളിലായുള്ള അലമാരകളുടെ പൂട്ട് തകർത്തായിരുന്നു മോഷണം. മോഷണ വസ്തുക്കൾ തുണിയിൽ പൊതിഞ്ഞ് വഞ്ചിയിൽ ഏനാമാവ് കടവിലെത്തുകയും കാറിൽ പാടൂരുള്ള നൌഷാദിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 50,000 രൂപ അനിൽകുമാറും 2 തവണയായി 1,30,000 രൂപ സജി ഇഗ്നേഷ്യസും കൈപ്പറ്റി. ബാക്കി പണവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നൌഷാദും യൂസഫും കൈവശം സൂക്ഷിച്ചു. കേസിനെക്കുറിച്ചുള്ള അന്വേഷണം തീരുന്നതോടെ മോഷണ വസ്തുക്കൾ വിൽക്കാമെന്നായിരുന്നു ധാരണ. എന്നാൽ ഇതിനിടെ അനിൽകുമാർ വിറ്റ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തതാണ് കേസിൽ വഴിത്തിരിവായത്. TCV ന്യൂസ്, പാവറട്ടി. അറവുശാലകളിലെ മാംസാവശിഷ്ടങ്ങൾ വിളക്കെണ്ണയായും സോപ്പായും മാറ്റുന്ന സംഘം ജില്ലയിൽ സജീവം. ബേക്കറി പലഹാരങ്ങൾക്ക് മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സംഘങ്ങൾക്കെതിരെ നടപടിയില്ല. അറവുശാലകളിൽ നിന്നുള്ള മാംസാവശിഷ്ടങ്ങൾ വിളക്കെണ്ണയായും സോപ്പായും ബേക്കറി പലഹാരങ്ങളായും ജനങ്ങളിലെത്തുന്നു. ഇത്തരം സംഘങ്ങൾ ജില്ലയിൽ സജീവമാണ്. മൃഗങ്ങളുടെ കുടലും മാംസാവശിഷ്ടങ്ങളും ഇവർ അറവുശാലകളിൽ നിന്നും ശേഖരിക്കുന്നു. ഈ അവശിഷ്ടങ്ങൾ മെഷീനിലും അല്ലാതെയും അരച്ച് തിളപ്പിച്ച് ഉരുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും മൃഗക്കൊഴുപ്പ് ഊറിവരും. ഈ കൊഴുപ്പ് എണ്ണയാക്കാനും സോപ്പുണ്ടാക്കാനും ഇവർ വിൽക്കുന്നു. കുറഞ്ഞ ചിലവിൽ വലിയ ലാഭം. ബേക്കറി പലഹാരങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കാനും മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സമൂസ, പഫ്സ് എന്നിവയുടെ രുചിക്കൂട്ടിനെ മൃഗക്കൊഴുപ്പ് ഒഴിവാക്കാത്തവരുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ആരോഗ്യ വിഭാഗത്തിനും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും ഇവരെ പിടികൂടാനുമാവുന്നില്ല. യാതൊരു ശാസ്ത്രീയ സംവിധാനവുമില്ലാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഉരുക്കിയെടുക്കുന്ന മൃഗക്കൊഴുപ്പാണ് സോപ്പുകളിൽ ചേർക്കുന്നത്. മൃഗക്കൊഴുപ്പുള്ള വിളക്കെണ്ണ ഇതിന്റെ കൂട്ടറിയാതെ ആരാധനാലയങ്ങളിൽ പോലും ഉപയോഗിക്കുന്നു. അറവ് സംവിധാനത്തിലെയും മാംസവിൽപ്പനയിലെയും അശാസ്ത്രീയ രീതികൾ പോലും കണ്ടില്ലെന്നടിക്കുന്ന അധികാരികൾ മാംസാവശിഷ്ടങ്ങളുടെ ഇത്തരം ദുരുപയോഗത്തിലും നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല.
TCV, തൃശൂർ. കോന്നി പെൺകുട്ടികളുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മരിച്ച പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിനിരയായിട്ടില്ലെന്നും പോലീസിന് കൈമാറിയ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കി. തിങ്കളാഴ്ച വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷേർലി വാസു പറഞ്ഞു. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആര്യയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുള്ളതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന പക്ഷം മൊഴിയെടുക്കും. ഇതിനായി കോന്നിയിൽ നിന്നുള്ള അന്വേഷണ സംഘം മെഡിക്കൽ കോളേജിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോന്നി സംഭവത്തിൽ മരിച്ച പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറാൻ വൈകിയത് വിവാദമായി. പത്തനംതിട്ട കോന്നിയിൽ നിന്ന് കാണാതായ 3 +2 വിദ്യാർത്ഥിനികളിൽ 2 പേരെ ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലും ഒരാളെ പരിക്കേറ്റ നിലയിലും കണ്ടെത്തിയിരുന്നു. മരിച്ച പെൺകുട്ടികളുടെ മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റവന്യൂ മന്ത്രിയുടെയും തൃശൂർ ജില്ലാ കളക്ടറുടെയും ഇടപെടലിനെ തുടർന്നാണ് രാത്രി വൈകി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്വേഷണ സംഘത്തിന് രേഖാമൂലം റിപ്പോർട്ട് കൈമാറാതെ പോലീസ് സർജൻ ഷെയ്ഖ് സക്കീർ ഹുസൈൻ അവധിയിൽ പോയതാണ് വിവാദത്തിന് കാരണമായത്. പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച ചില സൂചനകൾ വാക്കാൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് സർജൻ കൈമാറിയത്. റിപ്പോർട്ട് രേഖാമൂലം ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷണം തടസ്സപ്പെട്ടതോടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിലെത്തി പ്രിൻസിപ്പാളിന് കത്ത് നൽകുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകേണ്ടത് പോലീസ് സർജന്റെ ഉത്തരവാദിത്വമാണെന്നും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷേർലി വാസു പറഞ്ഞു. മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ കേസായി പരിഗണിച്ചാണ് 4 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്നാൽ ജില്ലാ കളക്ടറുടെ അനുമതി പത്രം രേഖാമൂലം ലഭിക്കാത്തതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകാൻ വൈകിയതെന്ന് പോലീസ് സർജൻ വിശദീകരിച്ചു. കോന്നിയിൽ നിന്നുള്ള അന്വേഷണ സംഘം പോലീസ് സർജനുമായി ചർച്ച നടത്തി റിപ്പോർട്ട് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. പെൺകുട്ടി അബോധാവസ്ഥയിൽ തുടരുകയാണെങ്കിലും ബോധം 2 ദിവസത്തിനകം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. ന്യൂറോ ICUവിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി വെള്ളവും മറ്റു പാനീയങ്ങളും കഴിച്ചത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതിന്റെ സൂചനയായാണ് ഡോക്ടർമാർ കാണുന്നത്. ഇതനുസരിച്ച് പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ കർക്കിടകം 1 നാളെ ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. പുലർച്ചെ 5-ന് ഗണപതി ഹോമം ആരംഭിക്കും. 10,000 നാളികേരം, 2500 കിലോഗ്രാം അവൽ, 750 കിലോഗ്രാം മലർ, 2000 കിലോഗ്രാം ശർക്കര, എള്ള്, കരിമ്പ്, തേൻ, ഗണപതി നാരങ്ങ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഗണപതി ഹോമത്തിനുള്ള പ്രസാദം തയ്യാറാക്കുന്നത്. ആനയൂട്ട് രാവിലെ 9:30 ആരംഭിക്കും. മഹാഗണപതി ഹോമവും ആനയൂട്ടും 1 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. വടക്കുനാഥ ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ 5000 പേർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ആനയൂട്ട് നാളെ രാവിലെ 8:30 മുതൽ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. മരം വെട്ടുന്നതിനിടയിൽ കൊമ്പ് ഒടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. കോടന്നൂർ ചാക്യാർകടവ് വെങ്ങിൽ വീട്ടിൽ 48 വയസ്സുള്ള അന്തോണിയാണ് മരിച്ചത്. വെങ്ങിണിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മരം വെട്ടുമ്പോഴായിരുന്നു അപകടം. ഉടനെ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. CPM നേതാവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായിരുന്ന KPN നമ്പീശൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിത്വമായിരുന്നു KP നാരായണ നമ്പീശൻ. നാട്ടുകാർക്കിടയിൽ KPN എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ആരംഭകാലങ്ങളിൽ തന്നെ പ്രസിഡന്റായിരുന്ന KPN 1963 മുതൽ 25 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. CPM പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥിരം സമിതി അംഗം, സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും കുമ്പളങ്ങാട് സ്വദേശിയായ KPN ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്വാസതടസ്സത്തെ തുടർന്ന് മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന KPN നമ്പീശൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് മരിച്ചത്. KPN നമ്പീശന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ 9:30 മുതൽ 10:30 വരെ വടക്കാഞ്ചേരി CPM ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 1-ന് സ്വവസതിയിൽ സംസ്കാരം നടത്തും. വൈകിട്ട് 4-ന് വടക്കാഞ്ചേരിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേരും. നമ്പീശനോടുള്ള ആദരസൂചകമായി നാളെ ഉച്ചയ്ക്ക് 12 വരെ വടക്കാഞ്ചേരിയിൽ ഹർത്താൽ ആചരിക്കും. നമ്പീശന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് കുമ്പളങ്ങാട്ട് വസതിയിലേക്ക് എത്തുന്നത്. EP ജയരാജൻ MLA, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. KPN നമ്പീശന്റെ നിര്യാണത്തിൽ PK ബിജു MP അനുശോചിച്ചു. പതിറ്റാണ്ടുകളോളം വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു KPN നാരായണ നമ്പീശൻ എന്ന KPN.
ഏതു മേഖലയിലുള്ളവർക്കും സുപരിചിതനായിരുന്നു KPN എന്ന രാഷ്ട്രീയ നേതാവ്. CPM നേതാവായിരുന്ന KPN പഴയ ചേലക്കര വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരുന്ന CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. കർഷക സംഘം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1962 മുതൽ 1984 വരെ തുടർച്ചയായി വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. തുടർന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി വീണ്ടും 2010 വരെ ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടർന്നു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും KPN പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ ഗ്രന്ഥശാലാ സംഘം സെക്രട്ടറിയായും ഗ്രാമീണ വായനശാല പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ച KPN ഗ്രന്ഥശാലാ സംഘം താലൂക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാലാ പ്രവർത്തകനുള്ള രാജാ റാം മോഹൻ റായ് അവാർഡ് KPNന് ലഭിച്ചിട്ടുണ്ട്. CITUവിന്റെ കീഴിലുള്ള കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്നു. അടിയന്തരാവസ്ഥയുടെ 1ാം വാർഷിക ദിനത്തിൽ നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയതിന് KPN ജയിൽവാസവും അനുഷ്ഠിച്ചിട്ടുണ്ട്. തലപ്പിള്ളി താലൂക്കിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ KPNന് കഴിഞ്ഞിട്ടുണ്ട്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തൃശൂരിന്റെ ഗൃഹനാഥയുടെ സേവനം ഇനി കുട്ടികൾക്ക് സ്വന്തം. ജില്ലയുടെ ഭരണ തലപ്പത്തു നിന്നും MSJയെ തേടിയെത്തിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കടിഞ്ഞാൺ. 2013 ജൂണിലാണ് MS ജയ ജില്ലാ കളക്ടറായി ചുമതലയേൽക്കുന്നത്. 2 പതിറ്റാണ്ടിനിടെ ജില്ലയിൽ 2 വർഷം തുടർച്ചയായി ഭരിക്കാൻ സാധിച്ച കളക്ടർ എന്ന പദവി ഇവർക്ക് മാത്രം സ്വന്തം. തൊട്ടതെല്ലാം പൊന്നാക്കിയപ്പോൾ സൗമ്യതയുടെ ഈ ആൾരൂപത്തെ മാറ്റാൻ ആരും തുനിഞ്ഞില്ല. ഒരു വീട്ടമ്മയുടെ പാടവം ഭരണരംഗത്തും കളക്ടർ പുലർത്തി. കടുത്ത സമ്മർദ്ദങ്ങളും പുഞ്ചിരിയോടെ നേരിട്ടു. ഗുരുവായൂരിലെ തകർന്ന റോഡുകളുടെ പ്രശ്നത്തിലും മുഹമ്മദ് നിസാമിനെതിരെ റിപ്പോർട്ട് ഒരുക്കുന്നതിലും സമ്മർദ്ദമുണ്ടായപ്പോഴും കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ജില്ലാ മേധാവിക്കായി. ഗുരുവായൂർ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന 3 മാസക്കാലം മുൻഗാമികൾ നടപ്പാക്കാൻ മടിച്ച പല തീരുമാനങ്ങളും എടുത്തു നടപ്പാക്കി. തൃശൂർ പൂരത്തിന്റെ ഭംഗിയായ നടത്തിപ്പ് ഈ കൈകളിൽ ഭദ്രമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വേഗത്തിലുള്ള ഫലപ്രഖ്യാപനവും നാഷണൽ ഗെയിംസ് നടത്തിപ്പിലെ വിമർശകരുടെ വായടപ്പിച്ചുള്ള വിജയവും തൃശൂരിന് സമ്മാനിച്ചത് കളക്ടറുടെ മിടുക്ക് തന്നെ. മലയ്ക്കപ്പാറ മേഖലയുൾപ്പെടെ ജില്ലയിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി. ജില്ലയിലെ ഒട്ടുമിക്ക ആദിവാസി കോളനികളിലും കളക്ടർ എത്തിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലുമുള്ള മികവിൽ മികച്ച കളക്ടർ തേടിയുള്ള പുരസ്കാരം MSJയെ തേടി തൃശൂരിലെത്തി. വീട്ടമ്മമാർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ തേനീച്ച കൃഷിയുടെ പാഠം പകർന്നത് സ്വന്തം വാസസ്ഥലത്ത് അത് വിജയിപ്പിച്ചുകൊണ്ടായിരുന്നു. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സ്നേഹിച്ച കലയെ മറന്നില്ല. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണ വായിക്കുന്ന കളക്ടറെയും ജില്ല കണ്ടു. ഇനി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന തസ്തികയിലേക്ക്. ഏതു വിഷയവും സൗമ്യതയോടെയും അതേസമയം കണിശമായും നടപ്പാക്കുന്ന മികവിനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരുത്തുന്നതും ദീർഘവീക്ഷണത്തോടെ തന്നെയാകും. TCV, തൃശൂർ. പൊതുവിദ്യാഭ്യാസത്തിനൊപ്പം IT-യും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണമെന്നും നിലവിലെ സാഹചര്യത്തിൽ IT അത്യാവശ്യങ്ങളിലൊന്നായി മാറിയെന്നും സംസ്ഥാന ഗവർണർ P. സദാശിവം പറഞ്ഞു. കുന്നംകുളം ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് പ്രൊഫഷൻ സ്വീകരിക്കുന്നവർക്കും IT ഉപകാരപ്രദമാകുമെന്നതിനാൽ വിദ്യാഭ്യാസത്തിൽ ITക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും സദാശിവം പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ കാണാത്ത വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് കേരളത്തെ പ്രാപ്തമാക്കിയത് നഗര ഗ്രാമീണ മേഖലകളിൽ സഭാ നേതൃത്വങ്ങൾ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമം നടത്തിയതുമൂലമാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു. ബാബു M. പാലിശ്ശേരി MLA അധ്യക്ഷനായിരുന്നു. തുമ്പമൺ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമസ് മെത്രോപൊലിത്ത, ഇടുക്കി ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രോപൊലിത്ത, നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഫാദർ മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെയും ചെന്നൈയിലെയും കന്നുകാലി വ്യാപാരികളും അനുബന്ധ തൊഴിലാളി സംഘടനകളും അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരുന്ന കന്നുകാലികളെ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ പേരിൽ വഴിയിൽ തടഞ്ഞ് ഗോശാലകളിൽ അടയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഒരു വണ്ടിയിൽ എത്ര കന്നുകാലികളെ കൊണ്ടുവരാമെന്ന കാര്യത്തിൽ നിയമപ്രാബല്യം വരുത്തണമെന്നും കച്ചവടക്കാർക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. സമരപരിപാടികളുടെ ഭാഗമായി ഈ മാസം 28, 29 തീയതികളിൽ ഇറച്ചിക്കടകൾ അടച്ചിട്ട് ചെന്നൈയിൽ നടക്കുന്ന ധർണയിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ മീറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഹൈവേ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ 800 ഗ്രാം സ്വർണ്ണാഭരണങ്ങളുമായി രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഹൈവേ SI മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ കരുതക്കാട് വെച്ച് പിടികൂടിയ ഇവരെ വടക്കാഞ്ചേരി പോലീസിന് കൈമാറി. അന്വേഷണത്തിൽ വടക്കാഞ്ചേരിയിലെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളാണെന്ന് കണ്ടെത്തി. നികുതി അടയ്ക്കാത്തതിൽ സ്വർണം നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പിന്നീട് 3,47,000 രൂപ നികുതി അടച്ച് സ്വർണ്ണാഭരണങ്ങൾ വിട്ടുകൊടുത്തു.
അഴിമതി നടത്താനുള്ള കേന്ദ്രമായി കോർപ്പറേഷൻ ഭരണം മാറിയെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. കോർപ്പറേഷനിൽ ദുർഭരണവും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തത് മേയർക്കും കൌൺസിലർമാർക്കും അഴിമതി നടത്താൻ വേണ്ടിയാണ്. കോർപ്പറേഷന്റെ മുഖം മിനുക്കുന്നതല്ലാതെ നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല. മാലിന്യം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പേരിൽ പങ്കുപറ്റിയവരാണ് 2 മേയർമാരും UDF കൌൺസിലർമാരും. മാലിന്യത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ജമ്മുകാശ്മീർ, ചൈന തുടങ്ങിയയിടങ്ങളിൽ ഉല്ലാസയാത്ര നടത്തുകയുമാണ് ഇവർ ചെയ്യുന്നതെന്നും AC മൊയ്തീൻ കുറ്റപ്പെടുത്തി. UDFും മേയർമാരും പ്രമുഖർക്ക് നിരവധി അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകി നന്ദി ചെയ്യുകയാണെന്നും AC മൊയ്തീൻ ആരോപിച്ചു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി PK ഷാജൻ അധ്യക്ഷനായിരുന്നു. CPM നേതാക്കളായ പ്രൊഫസർ M മുരളീധരൻ, പ്രൊഫസർ R ബിന്ദു, വർഗീസ് കണ്ടംകുളത്തി, UP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നാളെ മുതൽ തിങ്കളാഴ്ച വരെ 17 ട്രെയിനുകൾ റദ്ദാക്കി. കന്യാകുമാരി നിസാമുദ്ദീൻ എക്സ്പ്രസ്, ജമ്മു താമി ഹിമനഗർ എക്സ്പ്രസ്, കേരള എക്സ്പ്രസ്, രപ്തിസാഗർ എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ്, സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് എന്നിവ റദ്ദാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച എറണാകുളത്ത് നിന്നുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസ്, മംഗള എക്സ്പ്രസ്, തിരുവനന്തപുരത്ത് നിന്ന് ഇൻഡോറിലേക്കുള്ള അഹല്യ നഗരി എക്സ്പ്രസ്, ഞായറാഴ്ച നിസാമുദ്ദീനിൽ നിന്ന് എറണാകുളത്തേക്കും തിങ്കളാഴ്ച എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്കുമുള്ള മംഗള എക്സ്പ്രസും റദ്ദാക്കി. ജില്ലയിൽ 2 പേർക്ക് പന്നിപ്പനിയും 4 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8ഉം പന്നിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5ഉമായി. ഒരാൾക്ക് ടൈഫോയിഡും സ്ഥിരീകരിച്ചു. 876 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. മഞ്ഞപ്പിത്തം ബാധിച്ച് യുവാവ് മരിച്ചു. ചേറൂർ മങ്ങാട് മണിമകൻ 43 വയസ്സുള്ള സേതുമാധവനാണ് മരിച്ചത്. 1 മാസത്തോളമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിൽവട്ടം സർവീസ് സഹകരണ ബാങ്കിലെ കാഷ്യറായിരുന്നു സേതുമാധവൻ. ഇനി റംസാൻ ഒരുക്കങ്ങളുമായി റംസാൻ മുബാറക്. നോമ്പ് തുറക്കലിന് പഴവിഭവങ്ങൾ എന്ന പോലെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പിടി പലഹാരങ്ങളുമുണ്ട്. ഇഫ്താർ വിരുന്നുകളിലും മറ്റും നിറസാന്നിധ്യമായി കഴിഞ്ഞ ഇവയ്ക്ക് വിപണിയിലും വൻ ഡിമാൻഡാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ ഒരേ ലക്ഷ്യത്തിനായി മനസ്സർപ്പിക്കുന്ന റംസാൻ നോമ്പ് കാലത്തിൽ പഴവിഭവങ്ങൾക്കൊപ്പം തന്നെ എണ്ണപ്പലഹാരങ്ങൾക്കും ഡിമാൻഡ് കൂടുതലാണ്. ഈന്തപ്പഴവും ഓറഞ്ചും ആപ്പിളും തണ്ണിമത്തനും മുന്തിരിയുമെല്ലാം നോമ്പ് തുറക്കലിന് മുൻനിരയിലുള്ളപ്പോഴും ഇഫ്താർ വിരുന്നുകളിലും സംഗമങ്ങളിലും നിറസാന്നിധ്യമായി മാറുന്ന എണ്ണപ്പലഹാരങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ നടത്തുന്ന വ്രത അനുഷ്ഠാനങ്ങളിൽ പ്രധാന നോമ്പു തുറക്കൽ വിഭവങ്ങളായി എണ്ണപ്പലഹാരങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പരിപ്പുവട, പക്കവട, കട്ട്ലേറ്റ്, വിവിധതരം ബജികൾ, ചീട, ചിപ്സ് എന്നിങ്ങനെ എണ്ണപ്പലഹാരങ്ങൾ ഏറെയുണ്ടെങ്കിലും പ്രധാന താരം സമൂസ തന്നെയാണ്. കായ, മുട്ട, മുളക് ബജികൾക്കും വിവിധതരം കട്ട്ലേറ്റുകൾക്കും വെളിച്ചെണ്ണ അപ്പത്തിനും നോമ്പുകാലത്തുണ്ടാകുന്ന പകിട്ടിനും ഒട്ടും കുറവില്ല. റംസാൻ നോമ്പുകാലത്തെ വിപണികളെ കീഴടക്കാൻ എണ്ണപ്പലഹാരങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധയും കച്ചവടക്കാർ നൽകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പതിവിലും കൂടുതൽ വിലയും നോമ്പുകാലത്ത് ഈടാക്കുന്നുണ്ട്. 1 മാസം നീണ്ടു നിൽക്കുന്ന വ്രതരാവുകൾക്ക് സ്വാദിന്റെ നവരുചിക്കോട്ട് എത്തിക്കുന്ന പ്രിയ വിഭവങ്ങൾക്ക് വിപണിയിൽ എത്ര വിലയാണെങ്കിലും മടി കൂടാതെ വാങ്ങാനും ആവശ്യക്കാർ ഏറെയാണ്. നോമ്പു തുറക്കലിൽ ലഘുപലഹാരങ്ങൾക്ക് കൈവന്നിട്ടുള്ള പ്രാധാന്യം മുതലാക്കിയുള്ള കച്ചവടങ്ങളാണ് ഓരോ പ്രദേശങ്ങളിലെ വിവിധ വ്യാപാര കേന്ദ്രങ്ങളിൽ റംസാൻ കാലത്ത് നടന്നു വരുന്നതും. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഇഷ്ട റംസാൻ വിഭവങ്ങൾ വാങ്ങാൻ ഈ പലഹാര കേന്ദ്രങ്ങളിൽ തിരക്കേറെയാണ്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് ഇഫ്താർ സംഗമങ്ങൾ പങ്കുവയ്ക്കുന്നത്. ജാതിമതഭേദമന്യേ നിരവധി ഇഫ്താർ സംഗമങ്ങളാണ് ജില്ലയിൽ സംഘടിപ്പിച്ചത്. ഒരു ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ നോമ്പു തുറക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് പ്രചരിപ്പിക്കുന്നത്. നോമ്പെടുക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം കുറച്ചുനേരം ചെലവഴിച്ച നോമ്പുതുറയിൽ ഭാഗമാവുന്ന ഇഫ്താർ സംഗമങ്ങൾ ജില്ലയിൽ നിരവധിയായിരുന്നു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വ്രതാനുഷ്ഠാനത്തിന്റെയും പവിത്ര സായാഹ്നങ്ങളാണ് ഇഫ്താർ സംഗമങ്ങൾ നൽകുന്നത്. വ്രതാനുഷ്ഠാനത്തിന്റെ പവിത്രത മനസ്സിലാക്കി വിവിധ മതസ്ഥരും നോമ്പെടുത്ത ഇഫ്താർ സംഗമങ്ങളിൽ ഭാഗമാകാറുണ്ട്.
നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാപനങ്ങളുമാണ് ഇത്തവണ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചത്. വിവിധ മതപണ്ഡിതർ സംഗമങ്ങളിൽ ഇഫ്താർ സന്ദേശം പങ്കുവയ്ക്കുക പതിവാണ്. ഇഫ്താർ സംഗമങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാത്ത മതസൗഹാർദ്ദത്തിന്റെ സംഗമങ്ങളായി മാറുകയാണ്. TCV ന്യൂസ്, തൃശൂർ. വിശുദ്ധമാസം വിട പറയുന്നു. ഇനി പെരുന്നാളിന്റെ പുണ്യം. വ്രതവിശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ഖുർആൻ പാരായണം ചെയ്തും തറാവീഹ് നിസ്കരിച്ചും പരമകാരുണ്യകനോട് അടുത്തുനിന്ന റംസാൻ മാസം. ഒരു മാസം നീണ്ടുനിന്ന ആത്മീയ ശാരീരിക പരിശീലനം സമ്മാനിച്ച ഊർജവുമായി വരും നാളുകൾ സുദിനത്തിലേക്ക് ഉണരും. പെരുന്നാൾ പിറ കണ്ടു കഴിഞ്ഞാൽ വിശ്വാസികൾ ഫിത്ർ സക്കാത്ത് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പെരുന്നാൾ ദിനത്തിൽ ലോകത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന അല്ലാഹുവിന്റെ തീരുമാനം ഫിത്ർ സക്കാത്ത് വിതരണത്തിലൂടെ സാധ്യമാക്കുന്നതിന്റെ ആഹ്ലാദത്തിലും ആത്മസംതൃപ്തിയിലുമായിരിക്കും ഇവർ. വ്രതപുണ്യത്തിൽ ശുദ്ധീകരിച്ചെടുത്ത മനസ്സും ശരീരവും കൊണ്ടാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ നമസ്കാരത്തിനായി കാത്തിരിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും പോകുന്ന വിശ്വാസികൾ നമസ്കാരശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരപലഹാരം വിതരണം ചെയ്തും ആശംസകൾ കൈമാറും. പ്രധാന ഈദ്ഗാഹുകളിലെല്ലാം സ്ത്രീകൾക്ക് നിസ്കാരത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പള്ളികളിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞാൽ ബന്ധുവീടുകളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ സന്ദർശിച്ച് പെരുന്നാൾ ആശംസകൾ കൈമാറും. TCV ന്യൂസ്, ചാവക്കാട്. മറ്റു വാർത്തകളിലേക്ക്. വണ്ടിച്ചെക്ക് നൽകി ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ നിന്ന് 3,07,600 രൂപയുടെ സാധനങ്ങൾ വാങ്ങി കബളിപ്പിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ LP സ്ക്വാഡ് പിടികൂടി. മിഷൻ ക്വാർട്ടേഴ്സ് സ്വദേശി കല്ലറയ്ക്കൽ വിൻസെന്റാണ് അറസ്റ്റിലായത്. സീനിയർ CPO സാജ്, CPOമാരായ വിനു കുര്യാക്കോസ്, പ്രദീപ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ചന്ദ്രാപിന്നിയിൽ സംഘർഷബാധിത പ്രദേശത്ത് അക്രമം നടത്താനെത്തിയ 6-അംഗ ഗുണ്ടാ സംഘത്തെ മതിലകം SI MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തു. മാള സ്വദേശികളായ ആനപ്പാട്ടുവിള ഗുരുതിപ്പാല നിബിൻ, വടാശ്ശേരി പ്രമോദ്, പെരിങ്ങാശ്ശേരി അനൂപ്, അഷ്ടമിച്ചിറ കൂടാരത്തിങ്കൽ നിതീഷ്, സാമ്പാളൂർ പുതുശ്ശേരി വീട്ടിൽ സിബിൻ, കണ്ണൻവേലിക്കര എടയാറ്റൂർ സജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 12-ന് ചന്ദ്രാപിന്നി ഈസ്റ്റിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതികളെയും ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും പോലീസ് പിടികൂടിയത്. ചാലക്കുടി, മാള, വരന്തരപ്പള്ളി, കൊരട്ടി, കൊടുങ്ങല്ലൂർ, വെള്ളിക്കുളങ്ങര സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽപ്പെട്ട പ്രതികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു. വിധവയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ഓട്ടോ ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഞമനേങ്ങാട് പാരത്തി വീട്ടിൽ സന്ദീപാണ് പിടിയിലായത്. മലപ്പുറം സ്വദേശിനിയായ യുവതിയെ പ്രണയം നടിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് കുന്നംകുളത്ത് വാടക വീടെടുത്ത് താമസിപ്പിച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് അറസ്റ്റ്. ജ്യൂസിൽ ഉറക്കഗുളിക നൽകി മയക്കി കിടത്തി സുഹൃത്തുക്കൾക്ക് തന്നെ കാഴ്ചവെച്ചതായും യുവതി പരാതിയിൽ പറയുന്നു. യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന 10 പവന്റെ സ്വർണ്ണാഭരണങ്ങളും അപകട ഇൻഷുറൻസായി ലഭിച്ച 2.5 ലക്ഷം രൂപയും സന്ദീപ് തട്ടിയെടുത്തതായും പരാതിയുണ്ട്. 2 വർഷത്തോളം കൂടെ താമസിച്ച തന്നെ സന്ദീപ് കൊല്ലാൻ ശ്രമിച്ചതായും യുവതി പരാതിപ്പെടുന്നു. പ്രതിയെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കളഭം പുറത്തുകടത്താൻ ശ്രമിച്ച കോയ്മ സജീവനെ ദേവസ്വം ഭരണസമിതി പുറത്താക്കി. കോയ്മയ്ക്ക് കളഭം കൈമാറിയ ക്ഷേത്രത്തിലെ ശാന്തിയേറ്റ കീഴ്ശാന്തിയും ഗുരുവായൂർ നഗരസഭ BJP കൗൺസിലറുമായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരിയെ പ്രവൃത്തികളിൽ നിന്ന് വിലക്കി. തിങ്കളാഴ്ച രാത്രി പ്രവൃത്തി കഴിഞ്ഞിറങ്ങിയ കോയ്മയുടെ ബാഗിൽ നിന്നാണ് പരിശോധനയ്ക്കിടെ 2 ഉരുള കളഭം പിടികൂടിയത്. കീഴ്ശാന്തിയായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരിയാണ് പണം വാങ്ങി കളഭം നൽകിയതെന്ന് പിടിയിലായ കോയ്മ ഉദ്യോഗസ്ഥനോട് സമ്മതിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കളഭം തയ്യാറാക്കുന്നത് കീഴ്ശാന്തി നമ്പൂതിരിമാരാണ്. കാശ്മീർ കുങ്കുമം, ചന്ദനം, പനിനീർ തുടങ്ങിയവ പ്രത്യേക അളവിൽ ചേർത്താണ് കളഭം തയ്യാറാക്കുന്നത്. ഭക്തർ നടത്തുന്ന പ്രധാന വഴിപാടുകളിലൊന്നാണ് മുഴുക്കാപ്പ് കളഭം ചാർത്തൽ. ഒരു ഉരുള കളഭത്തിന് 1280 രൂപയാണ് ദേവസ്വം ഈടാക്കുന്നത്. കോർപ്പറേഷൻ പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയ ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ലോകായുക്തയിൽ ഹർജി നൽകി. വിയൂർ സ്വദേശി പാറപ്പറമ്പിൽ സുമേഷാണ് അഡ്വക്കേറ്റ് ബേബി P ആന്റണി മുഖാന്തരം ലോകായുക്തയിൽ ഹർജി നൽകിയത്. കുന്നംകുളം നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സെൽ ADGPയോട് അന്വേഷണം നടത്തി 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവ്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ഗുരുവായൂരിൽ നടന്ന ചാവക്കാട് താലൂക്ക് അദാലത്തിലാണ് ഉത്തരവ്. ചെയർമാന് ഓഫീസിൽ പോകുന്നതിനും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിനും പോലീസ് സംരക്ഷണം നൽകാനും കമ്മീഷൻ കുന്നംകുളം DYSPക്ക് നിർദ്ദേശം നൽകി. ഈ മാസം 8-നാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്.
കൗൺസിൽ യോഗത്തിനിടെ കുടിവെള്ളം, തെരുവുവിളക്ക് എന്നീ വിഷയങ്ങളെക്കുറിച്ച് നടന്ന ബഹളത്തിനിടയിൽ തന്നെ കയ്യേറ്റം ചെയ്യുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് കാണിച്ച് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷന് ഉണ്ണികൃഷ്ണൻ പരാതി നൽകിയിരുന്നു. കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശിയും പട്ടികജാതിക്കാരനുമായ AK സുബ്രുവിന് തന്റെ അന്യാധീനപ്പെട്ട ഭൂമി കണ്ടെത്തി അളന്നു തിരിച്ചു കൊടുക്കുന്നതിനും 1974 നൽകിയെന്ന് പറയുന്ന പട്ടയം വീണ്ടും നൽകുന്നതിനും RDOക്ക് ഉത്തരവ് നൽകി. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിനിയായ KJ ഗ്രീഷ്മയ്ക്ക് കുടിശ്ശികയായ വിദ്യാഭ്യാസാനുകൂല്യം ഈ മാസം 20 മുമ്പ് വിതരണം ചെയ്ത് കമ്മീഷനെ അറിയിക്കണമെന്ന് കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ചു. മൂന്നുപുരയ്ക്കൽ വേലായുധന്റെ വഴി തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുൻസിഫ് കോടതിയിൽ നിലവിലുള്ള സിവിൽ കേസ് ഒത്തുതീർപ്പാക്കുന്നതുവരെ എതിർകക്ഷികളിൽ നിന്നുള്ള ഭീഷണികൾക്കിടത്ത് പോലീസ് സംരക്ഷണം നൽകാൻ കമ്മീഷൻ ഉത്തരവായി. കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ജഡ്ജി PN വിജയകുമാർ, കമ്മീഷൻ അംഗങ്ങളായ എഴുകോൺ നാരായണൻ, അഡ്വക്കേറ്റ് KK മനോജ് എന്നിവരടങ്ങിയ കമ്മീഷൻ പരാതിക്കാരെയും എതിർകക്ഷികളെയും നേരിൽ കണ്ട് തീർപ്പ് കൽപ്പിച്ചു. 17 കേസുകൾ പരിഗണിച്ച കമ്മീഷൻ 12 കേസുകൾ തീർപ്പാക്കി. പുതുതായി 40 പരാതികൾ കമ്മീഷന് മുമ്പാകെ ലഭിച്ചു. സബ് കളക്ടർ മീർ മുഹമ്മദ് അലി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KK ശാന്താമണി, DYSPമാരായ PA വർഗീസ്, R ജയചന്ദ്രൻ പിള്ള, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു. TCV ഗുരുവായൂർ. തൃശൂരിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പുലിക്കളിക്ക് ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് പുലിക്കളി ഏകോപന സമിതി കത്ത് നൽകി. 2013-2014 വർഷങ്ങളിലായി ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബി P. ആന്റണി കത്ത് നൽകിയത്. കഴിഞ്ഞ വർഷം 6 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുത്തത്. SKSSF സഹചാരി റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SKSSF സംസ്ഥാന സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അധ്യക്ഷനായിരുന്നു. തേറമ്പിൽ SKSSF വിഖായയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ വളണ്ടിയേഴ്സിന്റെ ലോഞ്ചിംഗും നടന്നു. കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്ന് ഉച്ചപൂജയ്ക്ക് നട തുറന്ന സമയത്തെത്തിയ ഗവർണറെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K. കൃഷ്ണൻകുട്ടി, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ R. പരമേശ്വരൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ഗവർണറെ ദേവസ്വം ചെയർമാൻ TV. ചന്ദ്രമോഹൻ, അഡ്മിനിസ്ട്രേറ്റർ B. മഹേഷ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, N. രാജു തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ചാവക്കാട് എടക്കഴിയൂരിൽ KSRTC ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും ബൈക്കിലെത്തിയ 2 അംഗ സംഘം മർദ്ദിക്കുകയും ബസ്സിലെ ലൈറ്റുകൾ തകർക്കുകയും ചെയ്തു. കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി രാജേഷ്, കണ്ടക്ടർ എരമംഗലം സ്വദേശി ദിനേശൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. തൃശൂർ ബാനർജി മെമ്മോറിയൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി ശക്തൻ നഗർ ബസ് സ്റ്റാൻഡിൽ സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി N. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാനും ബാനർജി ക്ലബ് പ്രസിഡന്റുമായ ജോസ് ആലൂക്ക അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ M. ഉസ്മാൻ, തൃശൂർ മെട്രോപൊളിറ്റൻ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ KS. പിള്ള, ബാനർജി ക്ലബ് സെക്രട്ടറി ഇഗ്നി മാത്യു, ജോസഫ് സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു. മെട്രോപൊളിറ്റൻ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദഗ്ധ പരിശോധനയ്ക്ക് പുറമെ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെയും ക്യാമ്പ് നടക്കും. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ വള്ളം കടൽ ഭിത്തിയിലിടിച്ച് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. ശ്രീകൃഷ്ണമുഖം ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ 9ഓടെയായിരുന്നു സംഭവം. മത്സ്യബന്ധനത്തിന് പോയ മൂടുവെട്ടി വള്ളം തിരമാലയിൽപ്പെട്ട് കടൽ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു. വള്ളം തകർന്ന് കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളായ കോഴിശ്ശേരി ഷാജി, പാണ്ടികശാല സന്തോഷ്, ചെട്ടിപ്പറമ്പിൽ ബിജു എന്നിവരെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി. ഇവർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വള്ളം പൂർണ്ണമായും തകർന്നു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്ന വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള 4 അംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണമ്പേട്ട കാരോത്ത് സജീവ്, പുതുക്കാട് കോളംപ്ലാക്കൽ അബ്ദുൾ നാസർ, പാഴായി ഇഞ്ചോടി അഖിൽ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വിദ്യാർത്ഥിയായ മകൻ എന്നിവരാണ് അറസ്റ്റിലായത്. 10 ഗ്രാം വീതമുള്ള 4 പൊതികൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. അടുത്തിടെ പാവറട്ടിയിൽ കഞ്ചാവ് കേസിൽ പിടിയിലായ മുഖ്യപ്രതി സജീവ് കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിലിറങ്ങിയത്. പുതുക്കാട് ജൂനിയർ SI P. ദിലീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
പറവട്ടാനി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച തൃശൂർ ഈസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ ജൂനിയർ വിഭാഗത്തിൽ കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. സബ് ജൂനിയർ വിഭാഗത്തിൽ തൃശൂർ കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ 1 ഗോളിന് പരാജയപ്പെടുത്തി ജേതാക്കളായി. ഇന്ത്യൻ ഫുട്ബോൾ താരം റിനോ ആൻഡോ വിജയികൾക്ക് ട്രോഫികൾ നൽകി. തൃശൂർ ഈസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ KS സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ വികസന സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ അബി പോൾ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഇഗ്നി മാത്യു, തൃശൂർ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്ററും ഉപജില്ലാ സ്പോർട്സ് സെക്രട്ടറിയുമായ MP ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വികലാംഗരെയും വൃദ്ധരെയും വരി നിർത്താതെ കൗൺസിലറുടെ മാതൃകാ പ്രവർത്തനം. വിവിധ പെൻഷനുകൾ ഇനി മുതൽ അക്കൗണ്ടിൽ ലഭിക്കുന്നതിന്റെ ഭാഗമായി രേഖകൾ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. തൃശൂർ കോർപ്പറേഷനിൽ ഇതുമൂലം വൃദ്ധരും വികലാംഗരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരുടെ തിരക്കാണ്. 31ാം ഡിവിഷനായ ഒല്ലൂരിൽ കൗൺസിലർ ജോൺ കാഞ്ഞിരത്തങ്കൽ രേഖകൾ നേരിട്ട് ശേഖരിച്ച് കോർപ്പറേഷനിൽ എത്തിക്കുകയായിരുന്നു. നിലവിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൃദ്ധരും വികലാംഗരുമെല്ലാം രേഖകൾ നൽകാൻ ഓഫീസുകളിൽ മണിക്കൂറുകൾ വരി നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുളകുന്നത്താവ് മെഡിക്കൽ കോളേജിൽ ഡെന്റൽ കോളേജ് ആരംഭിക്കുന്നതിന് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അയോഗ്യത. ഡെന്റൽ കൗൺസിലിന്റെ ഉത്തരവിന്റെ പകർപ്പ് TCVക്ക് ലഭിച്ചു. ചരക്ക് സേവന നികുതി നിയമത്തെ മാതൃകാ നിയമമാക്കി മാറ്റുമെന്ന് ധനകാര്യമന്ത്രി KM മാണി. നികുതി വെട്ടിപ്പ് തടയാൻ പുതിയ ചരക്ക് സേവന നികുതി നിയമം സഹായകരമാകുമെന്നും മന്ത്രി. എരമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ 2 അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. അറവുശാലകളിലെ മാംസാവശിഷ്ടങ്ങൾ വിളക്കെണ്ണയായും സോപ്പായും മാറ്റുന്ന സംഘം ജില്ലയിൽ സജീവം. ബേക്കറി പലഹാരങ്ങൾക്കും മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. കോന്നി പെൺകുട്ടികളുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമായതെന്ന് റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറാൻ വൈകിയത് വിവാദമായി. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.